ആതിര എന്നു പേരുള്ള 27 വയസ്സുകാരിയാണ് ഇന്ന് ജീവൻ ഒടുക്കിയത്. ആതിരയുടെ ജീവൻ ഒടുക്കലിൽ മുഖ്യമായ പങ്കുള്ളതെന്ന് പറഞ്ഞാൽ ആതിരയുടെ വീട്ടുകാർക്ക് തന്നെയാണ്. ഒരിക്കലും ആ ഭർത്താവ് വീട്ടുകാർ നമ്മൾ കുറ്റം പറയരുത്. അവരെ പോയിട്ട് നമ്മളെല്ലാവരും ഉമ്മ നോക്കണം. കാരണം എന്താ അറിയാ, അതായത് ഭാര്യ ഈ എന്താ പറയേണ്ടത് ജീവൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു അകത്ത് റൂമിൽ കയറിയപ്പോൾ ഇവനത് നോക്കി നിൽക്കുകയും പിന്നീട് സുഹൃത്തിനെ തേടി പോയിരിക്കുന്നത് എന്തിനാന്നല്ലേ, അതായത് ചവിട്ടി പൊളിച്ച് അകത്ത് കയറാൻ വേണ്ടിയിട്ട് ഇവൻ സുഹൃത്തിനെ തേടി വരുന്നു. സുഹൃത്തിനെ തേടി വന്നിട്ട് ഇവൻ രണ്ടുപേരും കൂടി ചവിട്ടി പൊളിച്ച് അകത്ത് കയറുന്നു. അതിര അതിരാന്ന് അവൻ്റെ അഭിനയങ്ങൾ കാണുന്നു. അത് കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ രണ്ടുപേരും എടുത്തിട്ട് നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇതിന്റെ ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുഹൃത്ത് പറയും എന്നെ വിളിക്കാൻ വന്നു, വിളിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരുമാണ് ചവിട്ടി പൊളിച്ചത്, അപ്പോഴേക്കും ഇങ്ങനെയാണ് സംഭവം കണ്ടത് എന്ന് സുഹൃത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഇയാൾക്കും ഒരു കുഴപ്പമില്ല. അതിനു വേണ്ടിയിട്ടാണ്. അതുമാത്രമല്ല, ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഈ പെണ്ണ് വീട്ടിലേക്ക് വിളിച്ചു പറയുന്നത് എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല. അതായത് ഈ ഭർത്താവ് എന്ന് പറയുന്നവൻ വെറും സൈക്കോ ആണ്, എന്നെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നു എന്ന് സ്ഥിരമായിട്ട് ഇതിൻ്റെ അമ്മയോട് വിളിച്ചു പറയുന്നു. അപ്പോഴൊക്കെ അമ്മ പറയുന്ന വാക്ക് എന്താണെന്ന് വെച്ചാൽ, മോളെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്ക്, എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്ക്. എന്തിന് ഇവൻ ചാകാൻ വേണ്ടിയിട്ടാ, അല്ല ഇവൻ ചത്തിട്ട് പുതിയ ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട്? അതൊന്നുമല്ല. 50 പവൻ അവൻ്റെ കയ്യിലായി പോയില്ലേ. അവനാണെങ്കിൽ അത് എടുത്തിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി എടുക്കല്, വീടെടുക്കല്, അല്ല വണ്ടി എടുക്കല്, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തൊക്കെയോ പരിപാടി ചെയ്ത് അങ്ങനെ 50 പവനും കൊണ്ടുപോയിട്ട് തൊലച്ചു. സ്വന്തമായിട്ടാണെങ്കിൽ ഒരു വീട് പോലും ഇല്ലാത്ത ഈ മക്കുണന് ആരാടെ 50 പവൻ കൊടുത്തത്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് വിവാഹ കമ്പോളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ തോന്നുമ്പോഴില്ലേ ഇവറ്റകളോട് പുച്ഛമാണ് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ 50 പവനൊക്കെ കൊടുത്ത് എടുക്കാൻ മാത്രം അവൻ എന്ത് കുന്തമാണുള്ളത് എന്ന് ഒരു നിമിഷമെങ്കിലും ചിന്തിക്കണ്ടേ. അവൻ ബൈക്ക് വരെ വാങ്ങിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാര്യയുടെ സ്വർണം കൊണ്ടാണ്. അത് കഴിഞ്ഞതിന് ശേഷം അവനൊരു കാർ എടുക്കണം, അതിനും കുറേ സ്വർണം വിറ്റു. അപ്പൊ ഈ സ്വർണം ഇങ്ങനെ വിറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവറ്റകൾ ഇങ്ങനെ സമ്മതിച്ചു കൊണ്ടേയിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഇവനെ പോലെയുള്ളവരെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തത്? ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സൈറ്റുകളിലുമാണ് നമ്മൾ ഈ പിന്നെ ചെറുക്കനെയൊക്കെ കാണുന്നത്. നമ്മളാരും അറിയുന്നില്ല, കുറേ ദൂരെയായിരിക്കും ചെറുക്കൻ്റെ വീട്. അപ്പൊ ആ ചെറുക്കൻ എങ്ങനെയാണ് എന്താണ് എന്നൊന്നും നമ്മളറിയില്ല. കല്യാണം കഴിച്ച് എല്ലാം കൂടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്കെല്ലാം പറഞ്ഞ് 50-55 പവനും കുറേ ഉറുപ്പിയും കൊടുത്ത് അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപരാധമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതായത് നമുക്കറിയുന്ന ഒരു പയ്യൻ, അവനിനി കൂലിപ്പണിക്കാരനായാലും കുഴപ്പമില്ല, അവനിനി കുറച്ച് പിന്നെ എന്താ പണി കുറഞ്ഞാലും കുഴപ്പമില്ല, ചിലപ്പോഴെന്ന് പറഞ്ഞ് നിങ്ങൾ ഉദ്ദേശിച്ച പണിയൊന്നും കിട്ടൂല. അതായത് അവൻ വിദേശത്ത് ജോലി ഉണ്ടാവില്ല, അല്ലെങ്കിൽ വേറെയൊന്നും ഉണ്ടാവില്ല, ഇവിടെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കും. എന്നാലും നിങ്ങളുടെ മകള് നല്ല സുഖത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനത്തിലിരിക്കും. പക്ഷേ അത് വേണ്ട. ഇപ്പോഴും സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിലും ചോദിക്കുന്നത് എന്താ ജോലി എന്നാണ്. അങ്ങനെ ജോലി ചോദിച്ചിട്ട് തന്നെയാണ് ഇവിടെ പല ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണിനെ കെട്ടിക്കുന്നത്. എല്ലാവർക്കും വേണ്ടത് എന്ന് പറഞ്ഞാൽ വിദേശം തന്നെയാണ്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെയൊന്നും എല്ലാവർക്കും വിദേശം വേണം. അതായത് വിദേശത്ത് ജോലിയുള്ളവരെ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും ഒരു സൈക്കോ ഇങ്ങനെയുള്ള ടീമിനെ ആൾക്കാർക്ക് വേണ്ടു. അതുകൊണ്ടല്ലേ പറയുന്നത്. കാരണം ഇവന്മാർക്കെല്ലെന്ന് പറഞ്ഞാൽ നല്ല ഡിമാൻഡുമാണ്. അതുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 പവൻ 50 പവൻ കിട്ടുകയും ചെയ്യും. അങ്ങനെ കൊടുത്തിട്ടായാലും ഇവർ എടുക്കാൻ തയ്യാറുമാണ്. കാരണം എന്താ വെച്ചാൽ ചെക്കൻ ഓസ്ട്രേലിയ, ചെക്കൻ മറ്റേ ഇവിടെ കാനഡ, ഇല്ലെങ്കിൽ ഇംഗ്ലണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതായത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് സൂഹിക്കാലോ. അതാണ് ഇവരെല്ലാം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിവാഹ കമ്പോളത്തിൽ ഇതുപോലെ നിങ്ങൾ മാർക്കറ്റ് അന്വേഷിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മകളാണ് അവിടെ പോയിട്ട് ജീവിക്കേണ്ടത്. അവിടെ പോയിട്ട് ജീവിക്കേണ്ട വേറെ ആൾക്കാരല്ല. അതാദ്യം നിങ്ങൾ ആലോചിക്കണം. ഈ 50 പവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകളുടെ കയ്യിൽ കൊടുത്തുവിടുകയൊന്നും വേണ്ട. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ സ്വന്തമായിട്ട് സൂക്ഷിക്കുക. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ അമ്മായിയമ്മേനെ കാണിക്കാൻ വേണ്ടിയിട്ടാവും കൊണ്ടുപോകുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അവിടെ ഇവർക്ക് വില കിട്ടൂല പോലും ഇങ്ങനെ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ. മറ്റുള്ള എല്ലാവരും കൊണ്ടുപോയി, അതുകൊണ്ട് നീ മാത്രം കൊണ്ടുവന്നിട്ടെന്ന് എനിക്ക് വില കിട്ടൂല എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള മക്കുണന്മാരെടുക്കാൻ നിങ്ങളൊരു കാര്യം ചെയ്യാം, നിങ്ങളുടെ മകളെ വിടാതിരുന്നൂടെ? എന്തിനാണ് ഇങ്ങനെ ഒരു പ്രഹസനം? ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച കണ്ടില്ലെങ്കിൽ ഗൾഫിൽ നല്ല ജോലിയാണ്, അച്ഛനും അമ്മയും സകലെണ്ണവും ഗൾഫിലാണ്. പറഞ്ഞിട്ടെന്നാ വേണ്ടേ, ആ കുഞ്ഞും അതിൻ്റെ അമ്മയും അതായത് എല്ലാം ജീവൻ കൊടുക്കേണ്ടി വന്നില്ലേ? ഈ ഭർത്താവ് എന്ന് പറയുന്ന മണഗുണാഞ്ചനെ കൊണ്ടുള്ള പ്രശ്നം. അത് എന്തിനാ വെറുതെങ്കിലും ഇങ്ങനെ കൊണ്ടുപോയിട്ട് നിങ്ങൾ കടിക്കുന്ന പട്ടീനെ വേണിക്കുന്നത്? സ്വന്തം പൈസയും കൊടുത്തിട്ട് ഈ 50 പവൻ്റെ പൈസ ഉണ്ടെങ്കിൽ ആ പെൺകുട്ടി ഏടെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിച്ചോളൂല്ലേ? അല്ലെങ്കിൽ അതിന് ഇഷ്ടപ്പെട്ട ഒരാളെ കെട്ടിക്കോ മോളെ എന്ന് പറഞ്ഞൂടെ? അപ്പോഴെങ്ങനെയാണ് സ്റ്റാറ്റസ് നോക്കണ്ടേ? ഇപ്പോഴെന്ന് പറഞ്ഞാൽ കല്യാണത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മക്കും വരെ ജോലി വേണം. അങ്ങനെയാണ് ചില മൈഗുണന്മാർ.
ആലോചിച്ച് നോക്കണം നിങ്ങൾ. എന്നാൽ ഇവറ്റകളൊക്കെ എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു കഴിവുണ്ടാവും? ഒരു കഴിവും ഉണ്ടാവില്ല. ആകെ എന്ന് പറഞ്ഞാൽ പുസ്തക പുഴുപോലെ ഈ തിന്നിട്ട് ഇങ്ങനെ കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ഉണ്ടാകും. അതല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈറ്റങ്ങൾക്ക് ശാരീരികമായിട്ടോ അല്ലെങ്കിൽ വേറൊരു തരത്തിലോ മാനസികപരമായിട്ടോ ഒരു കുന്തവും ഇല്ലാത്ത ടീമാണ് കുറേ എണ്ണം. അവരിങ്ങനെ നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ശരി തന്നെയാണ്. മനുഷ്യത്വം ഉണ്ടാവില്ല, അല്ലെങ്കിൽ വേറെയൊന്നും ഉണ്ടാവില്ല, ഒരു ഇതും ഉണ്ടാവില്ല. നേരെ മറിച്ച് നിങ്ങളെ പോലെയുള്ള അല്ലെങ്കിൽ നിങ്ങളെക്കാട്ടിയും കുറച്ച് നല്ല ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടെത്തിയിട്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം. അതാ വേണ്ടത്. സാമ്പത്തികമാണ് കല്യാണത്തിന്റെ ഏറ്റവും വലിയ ഉന്നതി എന്നാണ് ചില ആൾക്കാർക്ക് ഇപ്പോഴും വിചാരം എന്ന് പറയുന്നത്. സാമ്പത്തികം, സ്റ്റാറ്റസ്, ഇത് തന്നെയാണ് എല്ലാവർക്കും വേണ്ടത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അതിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഇവർ എത്ര പൈസ വേണമെങ്കിലും ചിലവാക്കും. ആ ചിലവാക്കി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ പിന്നെ അപമാനിതയായി, അതുപോലെ തന്നെ അടിമയായി, അടിമത്തോടു കൂടി ജീവിക്കണം. ഈ പെണ്ണ് 1.5 വർഷമായിട്ട് പറയുകയാണ് എനിക്കിവിടെ വയ്യാന്ന്. അഡ്ജസ്റ്റ് ചെയ്യും പോലെ അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം 50 പവൻ കൊടുത്തതല്ലേ. നാട്ടുകാർ എന്ത് വിചാരിക്കും പോലെ, നീ ഇവിടെ വരണ്ട, ഇവിടെ വന്ന് നിൽക്കാൻ പറ്റൂല. എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, അയ്യോ മരിക്കുന്നതിന് മുമ്പ് ഈ വീട്ടിൽ വന്ന് നിന്നൂടായിരുന്നോ? ഒരിക്കലും അതൊന്നും നടക്കാത്ത കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ആങ്ങളെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഒന്നല്ല. പെങ്ങളെ ആ ഒരു കല്യാണം കഴിച്ച ഭാര്യേൻ്റെ മുഖം വരെ കാണേണ്ടി വരും. ചിലപ്പോഴും പറയും, ആങ്ങളേൻ്റെ ഭാര്യ പറയും ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്ന്. അങ്ങനെയുള്ള സംഭവങ്ങൾ വരെ ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ഇപ്പോഴും മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ 50 പവൻ കൊടുക്കണ്ട, ഒരു വീടെടുത്ത് കൊടുക്ക്. എന്തെങ്കിലും നിനക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു 2 മുറി വീട് മതി, നീ ഇതിൻ്റെ അകത്ത് വന്ന് താമസിച്ചോ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു മരണവും നടക്കൂല എന്നാണ് ഞാൻ പറയുന്നത്. ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ അവർക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ താമസിക്കാൻ ഒരു ഇടമില്ല, സ്വന്തം വീട്ടിൽ ഇടമില്ല, അതുപോലെ തന്നെ വേറൊരു സംഭവമില്ല. ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരുടെ പരിഹാസങ്ങൾ, അതിനാണ് പറയുന്നത്. അവരെന്തെങ്കിലും ചെയ്തോട്ടെ, നിങ്ങളൊരു കാര്യം ചെയ്യുക, അവർക്ക് കയറിക്കിടക്കാൻ വേണ്ടിയിട്ട് ഒരു മുറി പണിത് കൊടുക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവർ ഒരു മരണവും ഉണ്ടാവില്ല ഈ നാട്ടിൽ. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ഉം 50ഉം കോടി ലക്ഷങ്ങൾ മുടക്കിയിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടിയത്? ഇപ്പോൾ നാളെ ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ ഇത്ര പോരെ കീറത്തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുവരും. അതല്ലേ നിങ്ങൾക്ക് കിട്ടിയ സമ്മാനങ്ങൾ? എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണെങ്കിൽ വേറൊരു ഏറ്റവും വലിയ രഹസ്യം എന്താ അറിയാം? ഈ വിദ്വാനാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതിനു മുന്നേ വേറൊരു പെണ്ണുമായിട്ട് ഇതുപോലെ ഒരു ഇതുണ്ട് എന്നാണ് പറയുന്നത് കേൾക്കുന്നത്. അതായത് ഒരു അഫെയർ ഉണ്ടായിരുന്നു. ആ പെണ്ണുമായിട്ട് വിവാഹം വരെ ഉറപ്പിക്കുകയാണ്. പക്ഷേ അതിന് മുന്നേ തന്നെ ഇവൻ്റെ സ്വഭാവം അറിയുകയും ആ പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ ഒടുക്കുകയും ചെയ്തു. അതായത് ഇവനെ ആദ്യം സ്നേഹിച്ച് പിന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി വെച്ച് നിശ്ചയം വരെ നടത്തിയ ഒരു പെണ്ണ് മരിച്ചു. പക്ഷെ അതിനെ പറ്റിയിട്ടൊന്നും ആർക്കും അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ കല്യാണം എന്ന് പറഞ്ഞാൽ എല്ലാം സ്വകാര്യതയാണ്. പണ്ടൊക്കെ അങ്ങനെയല്ല. ഒരു ചെറുക്കൻ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധുക്കൾക്ക് ആ ചെറുക്കനെ പറ്റി മനസ്സിലാക്കും, അതുപോലെ തന്നെ ആ ചെറുക്കനെ പറ്റി അന്വേഷിക്കും, അവൻ എങ്ങനെയുള്ള മനുഷ്യനാണെന്ന് അന്വേഷിക്കും, എന്നിട്ട് മാത്രമേ വിവാഹം ചെയ്ത് കൊടുക്കത്തുള്ളൂ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിലല്ലേ. അതുകൊണ്ട് തന്നെ ഇവൻ എങ്ങനെയുള്ളവനാണ്? ഇവൻ സൈക്കോ ആണോ? ഇവൻ വേറൊരു തരത്തിലാണോ? ഞാൻ പറഞ്ഞില്ലേ, ഈ വീഡിയോ കാണുന്ന ഒരു 80% സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭർത്താവിനെ സഹിക്കുന്നവരായിരിക്കും ഞാൻ പറയുള്ളൂ. അതായത് അത്രമാത്രം ടോർച്ചറിങ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു 20% വേണ്ടി മാത്രമേ ഉള്ളൂ നല്ലതായിട്ട് ജീവിക്കുന്നത്. പിന്നെ വേറൊരു ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയാം, അതായത് ഭയങ്കരമായിട്ട് മോളെ കണ്ണേ കരളെ എന്നൊക്കെ വിളിക്കും. അവൻ്റെ ഉള്ളിൽ മരണത്തട്ടിപ്പും ഉണ്ടാവുകയാണെന്ന്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. എത്ര കണ്ടാലും കൊണ്ടാലും ബണ്ടാലും പഠിക്കൂല നമ്മൾ. കാരണം എന്താ, നമ്മളിങ്ങനെ ഇതാക്കി കൊടുത്തേയിരിക്കും. നന്ദി, നമസ്കാരം.